കരുണാർദ്രനായി നീ അണഞ്ഞപ്പോൾ കൃപയാൽ നിറഞ്ഞുവെന്നുള്ളം. യഹൂദർക്കൊരു വിചാരമുണ്ടായിരുന്നു. അത് വിചാരം എന്ന് പറയുന്നതിനേക്കാളും നല്ലത് അവരുടെ ഒരു അഹങ്കാരം എന്ന് പറയുന്നതാണ് നല്ലത്. ഒരു സ്വകാര്യ അഹങ്കാരം. അവർ സ്വന്തമായി തന്നെ പറഞ്ഞു നടക്കും, ഞങ്ങൾ അബ്രഹാത്തിൻ്റെ മക്കളാണ്. അങ്ങനെ ഒരു സ്വകാര്യ അഹങ്കാരമായി അതൊരു ആഡംബരമായി കൊണ്ടു നടന്ന യഹൂദരോട് യേശു എന്നൊരു കാര്യം പറയും. യേശു പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ പറഞ്ഞു നടക്കുന്നത് അബ്രഹാത്തിൻ്റെ മക്കളെന്നാണ്, പക്ഷേ നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായിട്ട് തീരും. അങ്ങനെ നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടും. ഇത് കേട്ട യേശുവിനെ വിശ്വസിച്ചിരുന്ന യഹൂദർക്ക് പോലും സഹിച്ചില്ല. അവർ പറഞ്ഞു, ഞങ്ങളാരുടെ അടിമകളൊന്നുമല്ല, ഞങ്ങൾ സ്വതന്ത്രമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ യേശു കൃത്യമായിട്ടൊരു ഉത്തരം കൊടുത്തു. ആരാ പറഞ്ഞ് നിങ്ങൾ സ്വതന്ത്രരാണെന്ന്? നിങ്ങൾ പാപം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പാപത്തിൻ്റെ അടിമകളാണ്. ഇപ്പോൾ അവർക്ക് കാര്യങ്ങൾ കുറച്ച് പിടുത്തം കിട്ടി തുടങ്ങി. നിങ്ങൾ അബ്രഹാത്തിൻ്റെ സന്തതികളാണെങ്കിൽ നിങ്ങൾ എൻ്റെ വചനം വിശ്വസിക്കുകയായിരുന്നു, ഇപ്പം നിങ്ങളെന്നെ കൊല്ലാൻ നടക്കുകയാണ്. യേശു മനോഹരമായിട്ടൊരു കാര്യം പറയും: എൻ്റെ പിതാവിൽ നിന്ന് കണ്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നു, പക്ഷേ നിങ്ങളായിട്ട് നിങ്ങളുടെ പിതാവിൽ നിന്ന് കേട്ട കാര്യങ്ങളനുസരിച്ചാണ് നിങ്ങൾ പ്രവർത്തിക്കുക. കാര്യങ്ങൾ ഈ ചെവിയിൽ നിന്നും കണ്ണിലേക്കുള്ള ദൂരത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തത ഇപ്പോൾ കേട്ട യഹൂദർക്കും നമുക്കും വ്യക്തമാണെന്ന് തോന്നുന്നു. യേശു പറയുന്ന കാര്യങ്ങളൊക്കെ പിതാവിൽ നിന്ന് കണ്ട കാര്യങ്ങളാണ്, സ്വർഗത്തിൻ്റെ ഇടപെടലിൻ്റെ കാര്യങ്ങളാണ്. പക്ഷേ യഹൂദർ ചെയ്തുകൊണ്ടിരുന്നതൊക്കെ ഈ കേട്ട കാര്യങ്ങളാണ്, പാരമ്പര്യമായിട്ട് കൈമാറി വന്ന് അങ്ങനെ കേട്ട കാര്യങ്ങളാണ്. യേശു പറയും, നിങ്ങൾ കേട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് മനസ്സിലാകാതെ പോയത് ക്രിസ്തുവിൻ്റെ വചനത്തെയാണ്. ആ വചനത്തിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് ക്രിസ്തുവിനെ മനസ്സിലാക്കാനുള്ളൊരു ഹൃദയത്തെയാണ്. ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയപ്പോൾ നിങ്ങൾ ഈ കേട്ട കാര്യത്തിൽ എന്തിനാണ് കുടുങ്ങിപ്പോയത്? എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഗോസ്പലിൽ യേശു ചലഞ്ച് ചെയ്യുന്നത് ഈ പ്രിജുഡീസ് മൈൻഡുകളെയാണ്. നമുക്കും അങ്ങനെ ഒരു ചിന്താഗതിയില്ലേ? കേട്ട കാര്യങ്ങളെ വെച്ച് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. യേശു പറയുന്നത്, നിങ്ങൾ ഈ കേട്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഈ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നിങ്ങൾ കണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരാൾ പറയുന്ന കാര്യങ്ങളാണ്. സയൻറ്റിഫിക് പേപ്പേഴ്സ് എഴുതുന്നവർക്ക് വളരെ കൃത്യമായിട്ടറിയാം പ്രൈമറി സോഴ്സും സെക്കൻഡറി സോഴ്സും എന്നൊരു സംഭവമുണ്ട്. യേശു പ്രൈമറി സോഴ്സാണ്. കണ്ട കാര്യങ്ങൾ വന്ന് ഡയറക്റ്റായിട്ട് പറയുന്നു. അബ്രഹാത്തിൽ നിന്ന് കേട്ട കാര്യങ്ങൾ കൈമാറി വന്ന് അത് സെക്കൻഡറി സോഴ്സാണ്. എപ്പോഴും മുൻഗണന പ്രൈമറി സോഴ്സിനാണ്. പ്രിയമുള്ളവരെയും ഈ പ്രെജുഡ്യൂസോടുകൂടി കാര്യങ്ങളൊക്കെ കാണുന്നതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ യാഥാർത്ഥ്യമെന്തെന്ന് മനസ്സിലാക്കാതെ പോകും. യേശു എന്ന സത്യത്തെ, ആ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാതെ പോയ യഹൂദർക്ക് നഷ്ടമായത് ആ കാലഘട്ടത്തിൽ അവർ കാത്തിരുന്ന മിശിഹായാണ്. ഇന്നും ഈ കാലഘട്ടത്തിൽ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രെജുഡ്യൂസോടുകൂടി ബന്ധങ്ങളിലൊക്കെ ഇറങ്ങിച്ചെല്ലുമ്പോൾ, മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ചില സത്യങ്ങളെയാണ്, ചില ജീവിത യാഥാർത്ഥ്യങ്ങളെയാണ്. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഇനി ഒരു പ്രൈമറി സോഴ്സിനെ കുറച്ചും കൂടി ട്രസ്റ്റ് ചെയ്യണം. സെക്കൻഡറി സോഴ്സിനെ വിശ്വസിച്ച് കേട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു നടന്ന് എത്ര കാലം നമ്മൾ മുന്നോട്ട് പോകും? ക്രിസ്തു എന്ന ആ പ്രൈമറി സോഴ്സിനെ കുറച്ചും കൂടി ഗൗരവത്തോടെ കാണാൻ ഇനി നമ്മുടെ ജീവിതം സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആശ്രയമാരും ഇല്ലാത്ത നേരം ക്രൂശിതനേശുവെ നോക്കി ഞാൻ, ആശ്രയമാരും ഇല്ലാത്ത നേരം ക്രൂശിതനേശുവെ നോക്കി ഞാൻ, കുരിശിൽ പിടയുന്ന നാഥൻ്റെ നെയ്യിൽ കാണാം സ്നേഹമുറിവുകൾ. ഓർക്കാം കരുണ തൂകും ചോരവാർന്ന മുറിവുകൾ, ചേർക്കാം നൊമ്പരങ്ങൾ ആ തിരുമുറിവുകളിൽ.
നിന്നകന്നപ്പോൾ ഇരുളായി മാറിയൻ ഹൃദയം. ആ നിമിഷം ഞാനോർത്തുപോയി ക്രൂശിതാ നിന്റെ സ്നേഹം. ഒരു വേള നിന്നിൽ നിന്നകന്നപ്പോൾ ഇരുളായി മാറിയൻ ഹൃദയം. ആ നിമിഷം ഞാനോർത്തുപോയി ക്രൂശിതാ നിന്റെ സ്നേഹം. ഒരു നിഴൽ പോലെ എൻ്റെ കൂടെ നടന്ന്, ഒരു നിഴൽ പോലെ എൻ്റെ കൂടെ നടന്ന്, വചനവും വെളിച്ചവും പകർന്ന നിൻ സ്നേഹമോർത്തു പാടിടും. ആശ്രയമാരും ഇല്ലാത്ത നേരം ക്രൂശിതനേശുവെ നോക്കി ഞാൻ. കുരിശിൽ പിടയുന്ന നാഥന്റെ നെയ്യിൽ കാണാം സ്നേഹമുറിവുകൾ. ഓർക്കാം കരുണ തൂകും ചോരവാർന്ന മുറിവുകൾ. ചേർക്കാം നൊമ്പരങ്ങൾ ആ തിരുമുറിവുകളിൽ. കരുണാർദ്രനായി നീ അണഞ്ഞപ്പോൾ കൃപയാൽ നിറഞ്ഞുവെന്നുള്ളം. കരുത്തേകും നിൻ കരതാരത്തിൽ ആശ്വാസം ഞാനെന്നും തേടും. കരുണാർദ്രനായി നീ അണഞ്ഞപ്പോൾ കൃപയാൽ നിറഞ്ഞുവെന്നുള്ളം. കരുത്തേകും നിൻ കരതാരത്തിൽ ആശ്വാസം ഞാനെന്നും തേടും. ഒരു നിഴൽ പോലെ എൻ്റെ കൂടെ നടന്ന്, ഒരു നിഴൽ പോലെ എൻ്റെ കൂടെ നടന്ന്, കരുണയും കരുതലും ചൊരിഞ്ഞ നിൻ നന്മയോർത്തു വാഴ്ത്തിടും. ആശ്രയമാരും ഇല്ലാത്ത നേരം ക്രൂശിതനേശുവെ നോക്കി ഞാൻ. കുരിശിൽ പിടയുന്ന നാഥന്റെ കാണാം സ്നേഹമുറിവുകൾ. ഓർക്കാം കരുണ തൂകും ചോരവാർന്ന മുറിവുകൾ. ചേർക്കാം